ബിഗ് ബ്രേക്കിംഗ് നൗ. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച നാളെ വൈകിട്ട് 3:30 രാജ്ഭവനിൽ വെച്ചാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ഗവർണറും മുഖ്യമന്ത്രിയും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യതയൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തേടുന്നതടക്കം നടന്നതായി അറിയാൻ കഴിഞ്ഞിരുന്നു രാജ്ഭവനിൽ നിന്ന്. എന്നാൽ ഇപ്പോൾ നാളത്തെ കൂടിക്കാഴ്ച അത് കൃത്യമായി ഇപ്പോൾ സമയമടക്കം നിശ്ചയിച്ചിരിക്കുകയാണ്. മഞ്ഞുരുകുകയാണോ? നാളെ മുഖ്യമന്ത്രിയും ഗവർണർ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ പ്രധാന പശ്ചാത്തലം തന്നെ സംസ്ഥാനത്ത് സർവകലാശാലകളിലെ തർക്കങ്ങളാണ്. സർവകലാശാലയുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഇതിൽ ചാൻസലറായ ഗവർണറും സർക്കാരും തമ്മിൽ ചെറിയ രീതിയിലെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് രൂക്ഷമാകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് SFI ഡിവൈഎഫ്ഐയും ഒക്കെ ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരത്തിലുമാണ്. കേരള സർവകലാശാലയിലടക്കം ഈ തർക്കം ഭരണസമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു മഞ്ഞുരുകലിന്റെ സാധ്യത. അത് നാളെ 3:30 രാജ്ഭവനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാജേന്ദ്ര അർലേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച. അവിടെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാം, കേരള സർവകലാശാലയിലെ തർക്കം അത് അവിടെ വൈസ് ചാൻസലർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് എത്തുന്ന സാഹചര്യം ആവുമ്പോഴും വലിയ സുരക്ഷയാണ്. രജിസ്ട്രാർ 2 പേർ, അങ്ങനെ തുടങ്ങിയ വലിയ തർക്കം അത് മുറുകുന്നു. അത് മാത്രമല്ല, ഈ താൽക്കാലിക VC നിയമനത്തിൽ അപ്പീൽ കൊടുക്കുന്ന ഗവർണർ UGCയെ കക്ഷി ചേർക്കാൻ പോവുകയാണ്. UGC ആണെങ്കിൽ ഒരു കരട് മാർഗരേഖ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി നിയമപരമായി മുന്നോട്ട് പോവുക, എന്നാൽ ഭരണതലത്തിൽ രമ്യതയിൽ സർക്കാരുമായി പോകാം. ആ ഒരു തീരുമാനത്തിലേക്ക് ഗവർണറും എത്തിയിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് രാജ്ഭവനിൽ നാളെ അരങ്ങൊരുങ്ങുമ്പോൾ? സുജയ, തീർച്ചയായും ഒരു പരസ്യമായുള്ള തർക്കം തീർക്കുക എന്നതിനപ്പുറത്തേക്ക് നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം താൽക്കാലിക VC അതുമായി ബന്ധപ്പെട്ട് നിയമപോരാട്ടം മേൽക്കോടതികളിലേക്ക് പോകാനുള്ള തീരുമാനം നേരത്തെ രാജ്ഭവൻ എടുത്തതാണ്. അത് ആ നിലയിൽ പോകാനാണ് സാധ്യത. അത് തിരിച്ചടിയാകുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട്. രാജ്ഭവൻ ഈ കാര്യത്തിൽ നിയമോപദേശം തേടിയപ്പോൾ അനുകൂലമാണ് സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. പക്ഷേ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചക്ക് സർക്കാർ തയ്യാറാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ തർക്കം വലിയ രീതിയിൽ അത് പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സ്തംഭനാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം സമരത്തിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് അവിടെ സർവകലാശാലയിൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ. ഇപ്പോൾ റോഷിപാൽ, നമുക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് എത്താം. 10:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്നിറങ്ങുക. അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ, ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിച്ചേക്കാം, അല്ലെങ്കിൽ ആ പ്രതികരണം വേണ്ടെന്ന് വെച്ചേക്കാം. എന്തായാലും ചർച്ച നടക്കാൻ പോകുന്നു എന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.